അപ്പൊ ഇത് കൊടുത്തിട്ട് മുട്ടയുടെ തോടിന്റെ കനം കൂടിയിട്ടുണ്ട് അല്ലേ? അത് കനം കൂടിയിട്ടുണ്ട്. പിന്നെ ഇത് കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം കൊത്തി അങ്ങനെ ഉണ്ടാവും. കൊത്തലിപ്പോ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ കൊത്തലില്ല. പക്ഷെ തൂവല് ബലക്ഷയ ഒടിച്ചില് ഇതൊക്കെ വരും. ഇപ്പൊ തൂവലിന് നല്ല കട്ടി വന്നിട്ടുണ്ട്. മുട്ടയുടെ തോടിനും നല്ല കട്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഡോക്ടറെ അടുത്ത് ചോദിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് താഴ്ന്ന പിന്നെ അത് കൊടുക്കണ്ടേ, പിന്നെ ഈ ഇത്രയും വില കൊടുത്ത് ഈ മരുന്ന് ഇതൊക്കെ കാൽസ്യം സപ്ലിമെന്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇത് നാച്ചുറലാണ്, നേരത്തല്ലേ കൊടുക്കണത്, പ്രകൃതിദത്തമായിട്ടുള്ള. അതെ. മറ്റേത് ഇവര് കെമിക്കലും കമ്പനിക്കാര് അതും ഇതൊക്കെ ചെയ്തത് എൻ്റെ അകത്ത് എത്ര പ്രസന്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. ഇവര് ലിസ്റ്റിൽ മാത്രം കുറെ പേരുകൾ വിറ്റാമിൻസിന്റെ പേരുകൾ എഴുതി വെച്ചെന്നല്ലാതെ അതിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങളൊന്നും അടങ്ങിയിട്ടുണ്ടാവില്ല. നമുക്ക് ഈ കോഴിക്ക് വേണ്ടത് കാൽസ്യമാണ് മെയിനായിട്ട്. ബാക്കിയുള്ളത് കുറേശ്ശെ മതിയെങ്കിൽ അത് ഭക്ഷണത്തിൽ നിന്ന് കിട്ടിക്കോളും. പിന്നെ ഇതുപോലെ ഇലവർഗ്ഗങ്ങളിലൊക്കെ വെട്ടിയിട്ട് കൊടുക്കുക. വാഴ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. കാരണം അതിന് ശരീരത്തിന് തണുപ്പ് കിട്ടുകയും ചെയ്യും. കോഴികൾക്ക് ദഹനശക്തിക്ക് യാതൊരുവിധ കുഴപ്പമില്ല.